ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് എയർ ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി പൊട്ടറ്റോസ് തൊലി കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കുക. എല്ലാം ഒരേ അളവിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് അതിലോട്ട് അരിഞ്ഞു വെച്ച പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ നിരത്തി കൊടുക്കുക. അതിലുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് ഇതുപോലെ ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വെച്ച് മുകളിലുള്ള വെള്ളം തുടച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിനകത്ത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. സ്പൈസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളക് പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. സ്പൈസ് ഇഷ്ടമുള്ളതിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്കുള്ള ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനൊരു സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി എയർ ഫ്രയറിലോട്ട് മാറ്റാം. ഓൺ ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 160 ഡിഗ്രിയിലാണ് വയ്ക്കുന്നത്. അടുത്ത ടൈമർ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 25 മിനിറ്റ്സിലാണ് വയ്ക്കുന്നത്. ഓൺ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പോസ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. എല്ലാ പീസും ഒരുപോലെ ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് ഓൺ ചെയ്യുക. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ പോസ് ചെയ്തിട്ട് എടുത്തിട്ട് ഇളക്കി മറിച്ച് വെച്ച് കൊടുക്കുക. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം.